ആദ്യം തന്നെ എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഈ കാണുന്ന വീഡിയോ ആക്ച്വലി ഡിസംബർ 23 തീയതി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതാണ്. ഡിസംബർ 24 തീയതി അപ്ലോഡ് ചെയ്യാനായിട്ട് ഇരുന്നതുമാണ്. എന്റെ ഭാഗ്യക്കേടിന് 24 തീയതി രാത്രി കരോള് വന്നതിന് ശേഷം ഒരു വീഡിയോ എടുക്കാനായിട്ട് ട്രൈപോഡിൽ ഫോൺ വെച്ചതാണ്. ട്രൈപോഡ് ടൈറ്റ് ചെയ്യാനായിട്ട് ഞാൻ മറന്നുപോയി. ഫോണിന്റെ വെയിറ്റ് താങ്ങാതെ ഫോൺ ട്രൈപോഡിൽ നിന്ന് താഴെ വീണ് ഡിസ്പ്ലേ കംപ്ലൈന്റ് ആയി. അങ്ങനെ ഫോണിന്റെ ഡിസ്പ്ലേ എല്ലാം മാറ്റി ഇന്നലെയാണ് കിട്ടിയത്. എടുത്തു വെച്ച 23 തീയതിയിലത്തെയും 24 തീയതിയിലത്തെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പുതിയ വീഡിയോയിലോട്ട് വരാം. ഞാൻ എന്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്നതല്ലായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ കണ്ടത്. ഇത് 23 തീയതിയിലത്തെ സെലിബ്രേഷന് എന്നെ കിട്ടിയ ഫ്രണ്ട് എനിക്ക് തന്ന ഗിഫ്റ്റുമായിട്ടാണ് ഞാൻ വീട്ടിൽ വന്നത്. എന്നെ കിട്ടിയ ഫ്രണ്ട് എനിക്ക് തന്നത് 2.2 ലിറ്ററിന്റെ ഒരു കടായാണ്. ഓൾറെഡി ഗിഫ്റ്റ് കയ്യിൽ കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് അറിയായിരുന്നു ഇത് ഇങ്ങനെ എന്തെങ്കിലും കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസ് ആയിരിക്കും. എനിക്ക് ഒത്തിരി സന്തോഷവും സംതൃപ്തിയാണ് എനിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത്. കാരണം നമുക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, കുക്കിംഗ് കണ്ടന്റ് ആയിട്ട് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഇത്തരം പാത്രങ്ങളൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ മനസ്സറിഞ്ഞ് ഇങ്ങനെ നല്ലൊരു ഗിഫ്റ്റ് തന്ന അമല ടീച്ചറിന് പ്രത്യേക നന്ദി കേട്ടോ. ഒത്തിരി സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു ഈ 23 തീയതി എന്ന് പറയുന്നത്. കാരണം അന്നാണ് എന്റെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയത്. അതുപോലെ ഈ റെഡ് ചുരിദാറൊക്കെ ഇട്ട് സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് 1 അല്ല 2 സമ്മാനമൊക്കെ ആയിട്ടാണ് വീട്ടിൽ വന്നത്. ചായ കുടിച്ചിട്ട് റെജി ടീച്ചർ തന്നെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോകുവാണ്. അപ്പൊ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയെന്ന്. എനിക്കിത് കേക്ക് മുറിച്ച് തന്നെ സെലിബ്രേറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അമ്മച്ചി പറഞ്ഞു കർത്താവിന്റെ മാലാക ചൊല്ലിയിട്ട് നമുക്ക് കേക്ക് മുറിക്കാം. കേക്ക് മുറിച്ചിട്ട് കേക്ക് കൂടെയുള്ള ആളുകൂടെ കഴിക്കണമല്ലോ. പക്ഷെ കൂടെയുള്ള ആള് അമ്മച്ചി എന്തായാലും കട്ട നോയമ്പാണ്. പ്ലം കേക്കും ബട്ടർ കേക്കും ടീ കേക്കും ഇതൊന്നും ആള് ക്രിസ്മസിന്റെ അന്നല്ലാതെ കഴിക്കത്തില്ല. പക്ഷെ എന്റെ ഈ ബെഡാ സന്തോഷത്തിൽ ആള് പങ്കുചേരുന്നത് കൊണ്ട് എനിക്കൊരു പീസ് കേക്ക് എടുത്ത് വായിൽ വെച്ച് തന്നു. ചായയും കേക്കൊക്കെ സ്വസ്ഥമായിട്ടിരുന്ന് കഴിച്ചിട്ട് വേണം എനിക്കിനി അടുത്ത പരിപാടിക്ക് പോകാനായിട്ട്. ഇടവകയിൽ നിന്ന് പോകുന്ന ഫ്ലോട്ട് കാണാനായിട്ട് പോകുവാണ് കേട്ടോ. ആക്ച്വലി കാണാനല്ല, കൂടെ പോകാനായിട്ടാണ് പോകുന്നത്. ഞാനിങ്ങനെ ക്രിസ്മസ് തീം ഡ്രസ്സൊക്കെ ഇട്ട് റെഡിൽ കുളിച്ചിരിക്കുന്നത് കൊണ്ട് ക്രിസ്മസ് ഫ്ലോട്ടിന്റെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഫ്ലോട്ട് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് 1.5 മണിക്കൂറായി കാണും. എന്നാലും എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അവിടെ നിന്ന് അങ്ങ് ജോയിൻ ചെയ്യാനാണ് കരുതുന്നത്. ആക്ച്വലി ദിസ് ഫ്ലോട്ട് വാസ് കോൾഡ് തിരുപ്പിറവി അറിയിപ്പ്. മണപ്പുറം ചെറുപുഷ്പ ആശ്രമ ഇടവക ദേവാലയവും തെരേസൻ വിങ്സും കൂടി ആദ്യമായിട്ട് ഒരുക്കിയ തിരുപ്പിറവി അറിയിപ്പ്. ഓർഗനൈസ്ഡ് ആസ് എ റോഡ് ഷോ. നല്ലതാണ്, അടിപൊളിയാണ്, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേവലം ഒരു സപ്പോർട്ട് കൊടുക്കാതെ ഈ യുവതിയുടെ പങ്കാളിത്തമല്ലേ വേണ്ടത് എന്ന ചിന്തയാണ് കേട്ടോ ഞാൻ ഈ ഫ്ലോട്ടിൽ പങ്കെടുക്കാൻ കാരണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജെയിംസ് അച്ഛനും ജെയ്സൺ അച്ഛനും ഫ്ലോട്ടിന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഉടനീളം. നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒത്തിരി നന്ദി. അതുപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇനിയും മറക്കരുത്. ഞാൻ എന്തായാലും കുഞ്ഞു കുഞ്ഞു കണ്ടന്റുകളായിട്ട് വീഡിയോസ് ചെയ്യാനായിട്ട് തയ്യാറാണ്. കണ്ട് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ഉണ്ടാവില്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.